നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. മദ്യപാനത്തിനിടെ തർക്കം. വർക്ക്ഷോപ്പ് ഉടമയായ യുവാവ് കുത്തേറ്റു മരിച്ചു. കോവൂർ സ്വദേശി ഷിബു ആണ് മരിച്ചത്. പെട്ടി ഓട്ടോറിക്ഷ ഡ്രൈവറായ പട്ടകടവ് സ്വദേശി ഉന്മേഷ് അറസ്റ്റിൽ. കുണ്ടറയിൽ നിന്നും കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തു. കേരളപുരം കോവിൽമുക്ക് ജംഗ്ഷന് സമീപത്തു നിന്നുമാണ് കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തത്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ സർക്കാർ വകുപ്പുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൗഹൃദമാക്കി മാറ്റും. മനുഷ്യത്വപരമായ സമീപനമായിരിക്കണം സർക്കാർ വകുപ്പുകളുടെ മുഖമുദ്രയെന്നും മന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിൽ വർക്ക്ഷോപ്പ് ഉടമയായ യുവാവ് കുത്തേറ്റ് മരിച്ചു. കോവൂർ സ്വദേശി ഷിബു ആണ് മരിച്ചത്. സംഭവത്തിൽ പെട്ടി ഓട്ടോറിക്ഷ ഡ്രൈവറായ പട്ടകടവ് സ്വദേശി ഉന്മേഷിനെ അറസ്റ്റ് ചെയ്തു. മദ്യപാനത്തിനിടെ സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കത്തിലാണ് ഇരുചക്രവാഹന വർക്ക്ഷോപ്പ് ഉടമ കൊല്ലപ്പെട്ടത്. കോവൂർ രേഷ്മാഭവനിൽ 40-കാരനായ ഷിബു ആണ് കുത്തേറ്റ് മരിച്ചത്. സംഭവത്തിൽ ഷിബുവിന്റെ സുഹൃത്തായ പെട്ടി ഓട്ടോറിക്ഷ ഡ്രൈവർ പട്ടകടവ് പുളിക്കമുക്ക് വലിയ വിളയിൽ ഉന്മേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കാരാളിമുക്കിന് സമീപം മാമ്പുഴമുക്കിൽ വർക്ക്ഷോപ്പ് നടത്തി വരികയായിരുന്നു ഷിബു. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം. ഇരുവരും ചേർന്ന് മദ്യപിച്ചു. അതിനിടയിലുണ്ടായ തർക്കമാകാം കൊലപാതകത്തിന് കാരണമായതെന്ന് പോലീസ് പറഞ്ഞു. കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. രക്തം വാർന്ന് അബോധാവസ്ഥയിലായ ഷിബുവിനെ സമീപവാസികളാണ് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ഇരുവരും ചേർന്ന് സ്ഥിരമായി മദ്യപിക്കാറുണ്ടെന്നും വർക്ക്ഷോപ്പിലെ സ്ഥിരം സന്ദർശകനാണ് ഉന്മേഷെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കുണ്ടറയിൽ നിന്നും കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തു. കേരളപുരം കോവിൽമുക്ക് ജംഗ്ഷനിൽ നിന്നുമാണ് 4 കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തത്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടത്. കുണ്ടറ കേരളപുരം കോവിൽമുക്കിൽ ജംഗ്ഷനിൽ നിന്നുമാണ് കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തത്. കൊല്ലം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തത്. ഇതിന്റെ പ്രതിയെക്കുറിച്ച് അറിവായിട്ടില്ല. വ്യാപകമായ അന്വേഷണം നടന്നു വരികയാണ്. തുടർന്ന് ഇന്നലെ കടപ്പാക്കട ഭാഗത്ത് നിന്നും 4 കഞ്ചാവ് ചെടി എടുത്തിട്ടുണ്ട്. അതിന് കുട്ടനാട് കേരളപുരം അവിടെ നിന്നും കഞ്ചാവ് ചെടി കണ്ടെടുത്തിട്ടുണ്ട്. അതിനെ പ്രതിയെ ആരെന്നറിയായിട്ടില്ല. അന്വേഷണം തുടർന്നു വരികയാണ്. പബ്ലിക് ലൈബ്രറിയോട് ചേർന്ന് പൊതുജനങ്ങൾ വിശ്രമിക്കാനിരിക്കുന്ന സ്ഥലത്തിന്റെ സമീപത്തുള്ള വാട്ടർ ടാങ്കിനടുത്ത് നിന്നുമാണ് 4 ചെടികൾ കണ്ടെടുത്തത്. കഴിഞ്ഞ ദിവസം പൂട്ടാണിമുക്കിൽ നിന്നും 13 കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തിരുന്നു. മാമൂട് ജംഗ്ഷനിൽ നിന്നും 5 കഞ്ചാവ് തൈകളും കണ്ടെത്തിയിരുന്നു. കുണ്ടറയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായി കഞ്ചാവ് ചെടികൾ പൊതുനിരത്തിൽ കാണപ്പെടുന്നത് സംശയകരമാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം ശക്തമാണെന്ന് എക്സൈസ് അറിയിച്ചു. ഇതിന്റെ പുറകിൽ വേറെ ആരെങ്കിലും ഇതിന്റെ പ്രതിയാണെന്നുള്ള അന്വേഷണത്തില് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഇതിനെ കണ്ടെത്തിയിട്ടില്ല. തുടർന്നും ഇതിന്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികളെ കണ്ടെത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കായംകുളം നഗരസഭാ പ്രദേശത്ത് ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ വഴി ലഭിക്കുന്നത് മലിനജലം. ഇത് സംബന്ധിച്ച് പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാകുന്നില്ല. 100 കണക്കിന് കുടുംബങ്ങൾക്കാണ് ദുർഗന്ധം നിറഞ്ഞ മലിനജലം പൈപ്പ് വഴി ലഭിക്കുന്നത്. കായംകുളത്ത് ദേശീയപാത 66ന്റെ പടിഞ്ഞാറ് ഭാഗത്തെ വാർഡുകളിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളിലൂടെ മലിനജലം ലഭിക്കുന്നത്. കഴിഞ്ഞ 1 മാസമായി ഇതാണ് സ്ഥിതി. നിരവധി തവണ ഇത് സംബന്ധിച്ച് വാട്ടർ അതോറിറ്റിയുടെ കായംകുളത്തെ അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടും നടപടികൾ ഉണ്ടാകുന്നില്ല. 100 കണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പൈപ്പ് വെള്ളമാണ് ചെങ്കല്ല് നിറത്തിലും ദുർഗന്ധം വമിക്കുന്ന രീതിയിലും ലഭിക്കുന്നത്. പ്രദേശത്തുള്ളവർ നിലവിൽ കുപ്പിവെള്ളത്തെ ആശ്രയിച്ചാണ് കഴിയുന്നത്. വാട്ടർ അതോറിറ്റി അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് വാർഡ് കൗൺസിലർ AP ഷാജഹാൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 1 മാസക്കാലമായി ഈ പ്രദേശത്തെ ജനങ്ങൾ ആശ്രയിക്കുന്ന അവരുടെ ഏക വെള്ളമെന്ന് പറയുന്നത് ഈ പൈപ്പ് വെള്ളമാണ്. കാരണം ഈ ഊരുള്ള മേഖലയായതുകൊണ്ട്, പ്രത്യേകിച്ച് തീരദേശ മേഖലയായതുകൊണ്ട് ഇവരെല്ലാം ആശ്രയിക്കുന്നത് പൈപ്പ് വെള്ളത്തെയാണ്. ഒരു ഒറ്റ വീട്ടിൽ പോലും ഒരു പക്ഷേ കിണറുകളില്ല.
അതുകൊണ്ട് തന്നെ വർഷങ്ങളായിട്ട് ഇവരുടെ കുടിവെള്ളം എന്ന് പറയുന്നതാണ്. കഴിഞ്ഞ ഒരു മാസക്കാലമായി അവർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ചില സമയങ്ങളിൽ വരുന്നത് വളരെ ബാഡ് സ്മെല്ലാണ്. കൈകൊണ്ട് തൊടാൻ പോലും കഴിയാത്ത രീതിയിലുള്ള സ്മെല്ലോട് കൂടിയ വെള്ളമാണ്. ഇത് എവിടെ നിന്ന് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വാട്ടർ അതോറിറ്റി ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ല. പലതവണ എടുത്തും അതുപോലെ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലും ഇപ്പം ഞങ്ങൾ നഗരസഭയിലും ഈ വിവരം അറിയിച്ചിട്ടുണ്ട്, നമ്മുടെ മന്ത്രിയെയും ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. അടിയന്തരമായി അദ്ദേഹം ഇടപെടുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും കുറേ ദിവസങ്ങളായി ഈ പാവപ്പെട്ട ജനങ്ങൾ കുപ്പിവെള്ളത്തെയാണ് ആശ്രയിക്കുന്നത്. കുടിക്കാൻ വേണ്ടി അവർ പുറത്തു പോയി ആയിരക്കണക്കിന് രൂപ കൊടുത്താണ് കുപ്പിവെള്ളം വാങ്ങിച്ച് ഈ കുടിവെള്ളമായി ഉപയോഗിക്കുന്നത്. കാരണം ഇത് ഒരു ഉപയോഗത്തിനും പറ്റാത്ത രീതിയിൽ മഞ്ഞ കളറിൽ, ചിലപ്പോൾ ചുവന്ന കളറ്, ചെങ്കല്ല് കളറ്, ഈ രീതിയിലാണിത് വരുന്നത്. അടിയന്തരമായി ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഈ തീരദേശ മേഖലയിലെ ഈ ഹൈവേക്ക് പടിഞ്ഞാറുള്ള വാർഡുകളിലെ മുഴുവൻ സഹോദരിമാരെയും സംഘടിപ്പിച്ചുകൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ മുമ്പിലേക്ക് ഞങ്ങൾ സമരവുമായിട്ട് പോകും. നടപടി ഉണ്ടായില്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും AP ഷാജഹാൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കായംകുളം. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തുടച്ചു നീക്കുന്നതിന് എല്ലാ സർക്കാർ വകുപ്പുകളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. വനിതാ ശിശുവികസന വകുപ്പിന്റെ കുട്ടിക്കുപ്പായം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൗഹൃദമാക്കി മാറ്റും. മനുഷ്യത്വപരമായ സമീപനമായിരിക്കണം സർക്കാർ വകുപ്പുകളുടെ മുഖമുദ്രയെന്നും മന്ത്രി പറഞ്ഞു. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതിന് എല്ലാ സർക്കാർ വകുപ്പുകളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ ചൂണ്ടിക്കാട്ടി. കൊല്ലം ജില്ലയിലെ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്കായി പൊതുജനങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും വസ്ത്രങ്ങൾ സംഭാവനയായി സ്വീകരിക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ കുട്ടിക്കുപ്പായം പദ്ധതി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൗഹൃദമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. മനുഷ്യത്വപരമായ സമീപനമായിരിക്കണം സർക്കാർ വകുപ്പുകളുടെ മുഖമുദ്ര. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മികച്ച സുരക്ഷിതത്വവും സംരക്ഷണവും ഉറപ്പാക്കാൻ എല്ലാവർക്കും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഒരു കുഞ്ഞിൻ്റെ കാര്യമാണെങ്കിലും മറ്റെല്ലാം മാറ്റിവെച്ച് നമ്മൾ ഓടി വരും. കാരണം കുഞ്ഞുങ്ങളെക്കാൾ വലുതായി നമുക്കൊന്നും തന്നെ ഇല്ല. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും അച്ഛനമ്മമാർക്കും കുടുംബക്കാർക്കും മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും കുഞ്ഞു മക്കളാണ്. അവർക്കൊരാവശ്യം വന്നാൽ, അവരെ കുറുമ്പുണ്ടെങ്കിൽ പോലും അവരെ കുട്ടിക്കുറുമ്പുകളും അവരുടെ കളിച്ചിരികളും അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമാണ് നമ്മളെ ഈ ടെൻഷൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ ചിരിപ്പിക്കുന്നത്. ഞാനടക്കം മന്ത്രിയായിട്ട് അധിക ദിവസമായില്ല, ഈ മാസം 18-നാണ്. പക്ഷെ ഇതിനിടയിൽ എത്രയെത്ര കുഞ്ഞുങ്ങളുടെ കാര്യവുമായിട്ട് പോകുന്ന വഴിക്കെല്ലാം ഒരു കുഞ്ഞിനെ കാണുമ്പോൾ നമ്മുടെ ടെൻഷനും മറക്കും, നമ്മുടെ പ്രശ്നങ്ങളും പറക്കും, മറ്റുള്ളവർ ആവലാതികളും ഒക്കെ അതിന് ശേഷമുള്ളൂ. കുഞ്ഞുങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് മറ്റെന്ത്. ഓരോ സംഭവങ്ങളും നെഞ്ചുലയ്ക്കുന്നതാണ്. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ മലയാളിയെ വേദനിപ്പിച്ചത് ആ 1.5 വയസ്സുകാരൻ്റെ മരണമാണ്. ചിന്തിക്കാൻ പോലും ആയില്ല. ആദ്യം സോഷ്യൽ മീഡിയയിൽ ഒന്ന് കണ്ടു, പിന്നെ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടു. അതിൻ്റെ ഭീകരത മനസ്സിലായപ്പം മനുഷ്യരായി പിറന്നവർക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്ന് മനസ്സിലാകുന്നില്ല. അത് കഴിഞ്ഞ് അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഒരു ലിങ്ക് അയച്ചിരുന്നു, ഒരു കുഞ്ഞിനെ ഇട്ട് ഒരു സ്ത്രീ ഉപദ്രവിക്കുന്നു. ഒന്നും കാണാനുള്ള ശക്തി നമുക്കില്ല എന്ന് പറയുമ്പോൾ അതിനൊക്കെ ശക്തമായി ഇല്ലാതാക്കാൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഒത്തൊരുമിച്ച് നിൽക്കണം. ഒരു കുഞ്ഞിൻ്റെയും കണ്ണ് നിറയാനോ നെഞ്ച് കലങ്ങാനോ നമ്മൾ അനുവദിക്കും. കുട്ടിക്കുപ്പായം പദ്ധതിയിലൂടെ വസ്ത്രങ്ങൾ സംഭാവനയായി സ്വീകരിച്ച് അർഹരായ കുട്ടികൾക്ക് എത്തിക്കും. വസ്ത്രങ്ങൾ നിക്ഷേപിക്കുന്നതിനായി സിവിൽ സ്റ്റേഷനിലെ വനിതാ ശിശുവികസന ഓഫീസിന് മുന്നിൽ പെട്ടി സ്ഥാപിച്ചിട്ടുണ്ട്. പ്രധാന ആശുപത്രികളിലും ചിൽഡ്രൻസ് ഹോമുകളിലും പെട്ടികൾ സ്ഥാപിക്കും. ചടങ്ങിൽ ബോധവൽക്കരണ പോസ്റ്ററുകളുടെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. ശ്രദ്ധയും പരിചരണവും ആവശ്യമായ കുട്ടികളെ കണ്ടെത്തുന്നതിനുള്ള വൾനറബിൾ മാപ്പിംഗ് ഫോമുകളുടെ വിതരണോദ്ഘാടനം ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് നിർവഹിച്ചു. ഫോമുകളിലൂടെ ദുരിതമനുഭവിക്കുന്ന കുട്ടികളെ കണ്ടെത്തി ആവശ്യമായ തുടർ സംരക്ഷണവും സഹായവും ഉറപ്പാക്കും. പരിപാടിയിൽ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ എൽ രഞ്ജിനി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ ജി പ്രസന്നകുമാരി, ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗങ്ങളായ സനിൽ വെള്ളിമൺ, മീനകുമാരി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം ആശാദാസ്, ചൈൽഡ് ഹെൽപ്പ് ലൈൻ കോർഡിനേറ്റർ എസ് ദീപക് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ലേബർ കോഡ് നടപ്പാക്കണമെന്ന ശക്തമായ നിലപാടിലാണ് കേന്ദ്ര സർക്കാരെന്നും ഇതിനെതിരെ യോജിച്ച പോരാട്ടം അനിവാര്യമാണെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. CPIM നേതാവായിരുന്ന കാസിം അനുസ്മരണം ശാസ്താംകോട്ടയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കശുവണ്ടി തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ എൻഡോമെന്റുകളും വിതരണം ചെയ്തു.
CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കാശി വർക്കേഴ്സ് സെന്റർ CITUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കൺട്രോൾ കമ്മീഷൻ അംഗവുമായിരുന്ന ഇ കാസിം അനുസ്മരണമാണ് ശാസ്താംകോട്ടയിൽ നടത്തിയത്. ഭരണിക്കാവ് CK സ്മാരക ഹാളിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ലേബർ കോഡിനെതിരെ യോജിച്ച പോരാട്ടം അനിവാര്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസം തൊഴിൽ മന്ത്രിമാരുടെ യോഗം വിളിച്ചു കേന്ദ്ര BJP സർക്കാർ. നമ്മുടെ സംസ്ഥാനത്തിൽ നിന്നും ബിന്ദു കൃഷ്ണ ആ യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുകയാണ്, നിർബന്ധമായും ലേബർ കോഡ് നടപ്പാക്കണം. ലേബർ കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? തൊഴിലാളികൾക്ക് മിനിമം കൂലി എന്ന വ്യവസ്ഥയില്ല. മുമ്പത് ഉണ്ടായിരുന്നു മിനിമം വേജസ് ആക്ട്. തൊഴിലാളികളുടെ പ്രതിനിധിയും മുതലാളികളുടെ പ്രതിനിധിയും തൊഴിൽ വകുപ്പിന്റെ പ്രതിനിധികളും ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള മിനിമം വേജസ് കമ്മിറ്റി യോഗം ചേർന്ന് ഓരോ തൊഴിൽ മേഖലയിലും തൊഴിലാളികളുടെ കൂലി പുതുക്കി നിശ്ചയിക്കും. വേരിയബിൾ DA എന്ന് പറഞ്ഞാൽ വിലക്കയറ്റത്തിന്റെ തോതനുസരിച്ച് ക്ഷാമബത്ത നൽകാൻ കഴിയും വിധത്തിലാണ് തൊഴിലാളികളുടെ കൂലി നിർണയിക്കുന്നത്. CPIM കുന്നത്തൂർ ഏരിയ സെക്രട്ടറി TR ശങ്കരപിള്ള അധ്യക്ഷത വഹിച്ചു. K സനൽകുമാർ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി S സുദേവൻ, ജില്ലാ കമ്മിറ്റി അംഗം PK ഗോപൻ, KK രവികുമാർ, N യശ്പാൽ, S ശശികുമാർ, S സത്യൻ, K ശോഭന തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തിയ കശുവണ്ടി തൊഴിലാളികളുടെ മക്കൾക്ക് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ എൻഡോവ്മെന്റുകളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കൂടുതൽ സ്കൂളുകളിൽ SPC പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. വിദ്യാർത്ഥികളെ അച്ചടക്കവും സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളവരുമാക്കാൻ പദ്ധതി പ്രയോജനപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. പുന്തലത്താഴം മീനാക്ഷി വിലാസം സ്കൂളിലെ SPC പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു മന്ത്രി. SPC പദ്ധതി കൂടുതൽ സ്കൂളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. പുന്തലത്താഴം മീനാക്ഷി വിലാസം സ്കൂളിലെ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളെ അച്ചടക്കവും സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ളവരാക്കാൻ പദ്ധതി പ്രയോജനപ്പെടുന്നുണ്ട്. പൗരബോധം, നേതൃപാടവം, ചിന്താശേഷി, സേവന സന്നദ്ധത എന്നിവയും വളർത്തിയെടുക്കാൻ കഴിയുന്നു. മാതൃകാപരമായ പദ്ധതിയുടെ മികവ് ഉറപ്പാക്കിയുള്ള പുരോഗതിക്ക് സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. ആദ്യമായി അവരെ വളരെ ചിട്ടയായി അച്ചടക്കത്തോടുകൂടി മനോഹരമായി പരിശീലിപ്പിച്ച ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ആത്മാർത്ഥമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. പോലീസ് അക്കാഡമിയിലെ പാസിംഗ് ഔട്ട് പരേഡ് കാണുന്ന അതേ ഗൗരവത്തിലും ഉത്തരവാദിത്വത്തിലുമാണ് നമ്മുടെ കുട്ടികളുടെ പാസിംഗ് ഔട്ട് പരേഡും ഇന്നിവിടെ അവർക്ക് ലഭിച്ച മികച്ച പരിശീലനം കൊണ്ട് നടന്നിട്ടുള്ളത്. സ്കൂളിൽ ചുമതലപ്പെട്ട അധ്യാപകരുണ്ട്, പിന്തുണ നൽകിയ PTA ഉണ്ട്, എല്ലാവരെയും. പരിശീലനം പൂർത്തീകരിച്ച 44 കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുത്തത്. പ്രഥമാധ്യാപിക A ഷീന സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പരേഡ് കമാൻഡർ നിഖിത G പ്രമോദിന്റെ അകമ്പടിയോടെയാണ് മന്ത്രി പരേഡ് പരിശോധിച്ചത്. കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് അംഗം റസീന റാഫി, കിളികൊല്ലൂർ SHO ജയപ്രകാശ്, SPC അസിസ്റ്റന്റ് ജില്ലാ നോഡൽ ഓഫീസർ രാജേഷ്, PTA പ്രസിഡന്റ് MS മിഥിലാജ്, SPC പ്രോഗ്രാം ഓഫീസർ ഷഹീർ, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ G സജി, VR ബിന്ദുമോൾ, SI Y സാബു, ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ സംഗീത്, അനിതകുമാരി, ASIമാരായ MJ ബിജോയി, ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ചവറയിൽ കാട്ടുപന്നിയുടെ ആക്രമണം, 2 പേർക്ക് പരിക്ക്. താന്നിമൂട് സ്വദേശി പ്രീത, പയ്യലക്കാവ് സ്വദേശിനി ശാരിക എന്നിവർക്കാണ് പരിക്കേറ്റത്. കോന്നിയിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പരിക്കേറ്റവരുടെ വീടുകൾ സന്ദർശിച്ചു. ചവറയിലാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റത്. ചവറ താന്നിമൂട് തെയ്യാട്ടിൽത്തറയിൽ പ്രീത
പയ്യലക്കാവ് രോഹിണി ഭവനിൽ ശാരിക എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. ഭരണിക്കാവിൽ VC ലൈബ്രറിക്ക് സമീപത്താണ് ആദ്യം പന്നിയെ നാട്ടുകാർ കണ്ടത്. ഉടൻ തന്നെ പഞ്ചായത്ത് അംഗത്തെ അറിയിച്ചു. ജാഗ്രതാ നിർദ്ദേശവും നൽകി. രാത്രി പുതുക്കാട് നാഗരിതട ഭാഗത്ത് വീണ്ടും കാട്ടുപന്നിയെ കണ്ടു. ഇതിനിടെ വീടിന് പുറത്തു നിന്ന പ്രീതയെ ഓടിവന്ന പന്നി ഇടിച്ചിടുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് ഞാൻ റോഡിൽ നിന്നപ്പം ഇങ്ങനെ ഒരു സാധനം പട്ടിയും കുരയ്ക്കുന്നു, ഓടി ഇങ്ങനെ വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു പോത്താന്ന് തോന്നുന്നു ഓടി വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓടി വന്ന് എന്നെ അങ്ങ് ഇടിച്ച് കാലം വന്ന് ഭയങ്കരമായിട്ട് ഒരു ഇടി ഇടിച്ചിട്ട് അത് ഓടി അങ്ങ് പോകുമായിരുന്നു. ഇപ്പോഴത്തെ ഞാൻ കിടന്നങ്ങ് അലറി വേദന കൊണ്ട്, കാല് വേദന കൊണ്ട്. ഇപ്പോഴത്തെ എല്ലാവരും നാട്ടുകാരെല്ലാം ഓടി വന്നു എന്തോ പറ്റിയതാണെന്നും പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇത് ഓടി അങ്ങ് എന്നപ്പോൾ ഒരു ബൈക്കുകാരൻ ഇങ്ങോട്ട് വരുന്നു. അങ്ങേരെ കണ്ടോണ്ട് ഇത് ഓടുമായിരുന്നു ഭയങ്കര സ്പീഡിൽ. അടുത്തുള്ളൊരു കൊച്ചു ഇതിനെ കണ്ടുകൊണ്ട് ഓടി അങ്ങ് പെരക്കകത്ത് കയറി. പിന്നെ ആ അണ്ണനാ പറഞ്ഞത് പന്നിയായിരുന്നു എന്ന് പറഞ്ഞത്. ഞാൻ പോത്താന്ന് പറഞ്ഞിരിക്കുമായിരുന്നു ഇതിൻ്റെ ഓടി വരുന്ന കണ്ടിട്ട്. പന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പ്രീതയും ശാരികയും ആശുപത്രികളിൽ ചികിത്സ തേടി. നേരെ ഓടി വരുന്ന കണ്ട് ഞങ്ങൾ വിചാരിച്ച് പോത്തുംകുട്ടി ഓടി വരുവാന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങള് അലറി, ഞാൻ അവിടെ ഇരുന്നോണ്ട് അലറി. അപ്പോൾ ആൾക്കാർ ഓടി വന്നെങ്കിലും പക്ഷേ അവർക്ക് കാണാൻ പറ്റിയില്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ കണ്ടോളൂ. അങ്ങോട്ട് ഓടാനും പറ്റിയില്ല, നിന്നുപോയി. ഞങ്ങൾ അവിടെ നിന്ന് പോയി. ഞാൻ മരിപ്പിന് പോയിട്ട് വന്നതായിരുന്നു. ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ അത് ഇടിച്ചിട്ടിട്ട് പോയി. വേറെ ചേച്ചി ഉണ്ടായിരുന്നു കൂടെ. ആ ചേച്ചിയെ ഞാൻ പെട്ടെന്ന് കയറി പിടിച്ചു, അതുകൊണ്ട് മറിഞ്ഞ് വീണില്ല. പക്ഷേ കുത്തിയ അടയാളവും ഉണ്ട്, നീരും ഉണ്ട്, ഇതുണ്ട്, ചതവും ഉണ്ട്. ഇങ്ങനെ വേദനയുണ്ട്, നടക്കാനും വയ്യ, നിൽക്കാനും വയ്യ. സംഭവത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കോന്നിയിൽ നിന്നുമെത്തി വിവരങ്ങൾ ശേഖരിച്ചു. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ R. ശ്രീരാജ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഫായിസ് ജലാലുദ്ദീൻ, ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് K. ശശിധരൻ എന്നിവരാണ് ചവറയിലെത്തി വിവരങ്ങൾ ശേഖരിച്ചത്. ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബികാദേവി, വൈസ് പ്രസിഡന്റ് പ്രകാശ് എന്നിവർ പരിക്കേറ്റവരുടെ വീടുകൾ സന്ദർശിച്ചു. അപകടം നടന്ന സ്ഥലത്തും ഇവർ സന്ദർശനം നടത്തി. ന്യൂസ് ബ്യൂറോ, ചവറ. പരിസ്ഥിതി ദിനത്തിൽ വിതരണത്തിനെത്തിച്ച ഫലവൃക്ഷ തൈകൾ ഉപേക്ഷിച്ച നിലയിൽ. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് എത്തിച്ച ഫലവൃക്ഷ തൈകളാണ് ഉപേക്ഷിച്ച നിലയിൽ ബ്ലോക്ക് പഞ്ചായത്തിലെ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം കിടക്കുന്നത്. 5000-ഓളം തൈകളാണ് വിതരണത്തിനായി എത്തിച്ചത്. ലോക പരിസ്ഥിതി ദിനത്തിൽ സൗജന്യമായി വിതരണം ചെയ്യാൻ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് എത്തിച്ച ഫലവൃക്ഷ തൈകളാണ് ഉപേക്ഷിച്ച നിലയിലുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഗാന്ധി പ്രതിമയ്ക്ക് സമീപമാണ് 5000-ഓളം തൈകൾ മഴയും വെയിലുമേറ്റ് നശിക്കുന്നത്. സാമൂഹ്യ വനവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഇവിടെ വൃക്ഷത്തൈകൾ എത്തിച്ചത്. പേര, നെല്ല്, ചീലാന്തി തുടങ്ങിയ വിവിധ ഇനങ്ങളിലുള്ള തൈകളാണിത്. പരിസ്ഥിതി ദിനത്തിൽ പേരിന് മാത്രം വിതരണം നടത്തിയ ശേഷം മറ്റുള്ളവ വിതരണം ചെയ്യാതെ ബ്ലോക്ക് പഞ്ചായത്തിന് മുന്നിൽ കൂട്ടിയിട്ടിരിക്കുകയാണെന്ന് ആരോപണമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലും വിതരണം നടത്താനായി കൊണ്ടുവന്നതാണ് ഫലവൃക്ഷ തൈകൾ. ബ്ലോക്ക് തല ഉദ്ഘാടനം ചവറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. സുരക്ഷിതമായ സ്ഥലത്തല്ലാതിരുന്നതിനാൽ അന്നുതന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും പലരും തൈകൾ കൊണ്ടുപോയി. പരിസ്ഥിതി ദിനത്തിൽ തന്നെ എല്ലായിടത്തും എത്തിക്കാൻ കഴിയാതെ പോയത് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഏകോപനമില്ലാത്തതാണെന്ന ആക്ഷേപവുമുണ്ട്. ഇതേസമയം ഒരാഴ്ചയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പരിസ്ഥിതി ദിനം നടത്തുന്നതെന്നും പലയിടത്തും തൈകൾ വിതരണം ചെയ്തു വരികയാണെന്നും ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ. ഭൂമി ഇടിഞ്ഞു താഴ്ന്നു. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ എഴുകോണിനും ചീരങ്കാവിനും മധ്യയാണ് സ്വകാര്യ ഭൂമി ഇടിഞ്ഞു താഴ്ന്നത്. ഇവിടെ ഗർത്തം രൂപപ്പെട്ടു. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ എഴുകോണിനും ചീരങ്കാവിനും മധ്യയാണ് സ്വകാര്യ ഭൂമി ഇടിഞ്ഞു താണത്. ഇവിടെ ഒരു കിണറിന്റെ ആഴത്തിൽ അഗാധമായ ഗർത്തം രൂപം കൊണ്ടു. കോൺക്രീറ്റ് പില്ലറും കോൺക്രീറ്റ് പാളികളും സമീപത്തു നിന്ന മാവും ഗർത്തത്തിലേക്ക് വീണു. കഴിഞ്ഞ രാത്രിയിൽ ശക്തമായ മഴ പ്രദേശത്ത് പെയ്തിരുന്നു. ചീരങ്കാവിന് തൊട്ട് താഴെയായിട്ട് വരും. ഒരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലാണത്. അത് ഒരു പില്ലറും ഒരു മരവും ഒക്കെ നിൽപ്പുണ്ട്. പക്ഷെ അതിന്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ബിൽഡിങ് നിൽപ്പുണ്ട്. പക്ഷെ അത് ഒരു 10-15 അടി താഴ്ചയിൽ ഈ കുഴി അഗാധമായി പോയിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്കൊരു പേടി സ്വപ്നമായിട്ട് മാറുന്നുണ്ട്. അത് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇനി അത് ആ ബിൽഡിങ്ങിന് ബാധകമാവും എന്നുള്ളൊരു സംശയം അങ്ങനെ ഉണ്ട്. അത് എത്രയും പെട്ടെന്ന് അത് അധികാരികളെ ഏൽപ്പിച്ച് അതിന്റെ ആ ഒരു നടപടി എത്രയും പെട്ടെന്ന് നൽകണം. അതാണ് ഒരു അഭിപ്രായം. കാര്യം ഇതൊരു പേടി സ്വപ്നമായിട്ട് മാറിയിരിക്കുകയാണ്. അത് തൊട്ടടുത്ത് തന്നെ വീടും കുഞ്ഞുങ്ങളൊക്കെ താമസിക്കുന്ന കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. അത് അവരെയൊക്കെയാണ് നമുക്ക് പേടി. കാര്യം കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെയാ.
അത് എത്രയും പെട്ടെന്ന് അത് നടപടി സ്വീകരിക്കണം. കാര്യം അല്ലെന്നുണ്ടെങ്കിൽ നാളെ ഇത് വീണ്ടും ഒരു വലിയൊരു ഗർത്തത്തിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ വീടുകളൊക്കെ അഗാധമായി താഴോട്ട് പോകുന്നുള്ള ഒരു ഭയം നമുക്കുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി സ്വീകരിക്കണം എന്ന് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, എഴുകോൺ. കുണ്ടറയിൽ PC വിഷ്ണുനാഥിന്റെ സ്വീകരണ പരിപാടി ആരംഭിച്ചു. നെടുമ്പനയിൽ നിന്നുമാണ് സ്വീകരണം ആരംഭിച്ചത്. UDFന്റെ നേതൃത്വത്തിൽ മന്ത്രി PC വിഷ്ണുനാഥിന് നൽകുന്ന സ്വീകരണ പരിപാടിയാണ് നെടുമ്പനയിൽ നിന്നും ആരംഭിച്ചത്. നെടുമ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. DCC ജനറൽ സെക്രട്ടറി KRV സഹജൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കണ്ണനല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് AL നിസാമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. കുരീപ്പള്ളി സലീം, വേണുഗോപാൽ, നസീമുദ്ദീൻ ലബ്ബ, ഫൈസൽ കുളപ്പാടം, കല്ലട ഗിരീഷ്, K ബാബുരാജൻ, സാം വർഗീസ്, ബീന നസിമുദ്ദീൻ, രാജു ഡി പണിക്കർ, ബിജു പഴങ്ങാലം, ആസാദ് നാൽപ്പങ്കൽ, വിനോദ് കോണിൽ, വിനോദ് ജി പിള്ള, സുരേന്ദ്രൻ, അലിയാരുകുട്ടി, യുവാഹിത, ശ്യാംബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. മദ്യപാനത്തിനിടെ തർക്കം. വർക്ക്ഷോപ്പ് ഉടമയായ യുവാവ് കുത്തേറ്റ് മരിച്ചു. കോവൂർ സ്വദേശി ഷിബുവാണ് മരിച്ചത്. പെട്ടി ഓട്ടോറിക്ഷ ഡ്രൈവറായ പട്ടകടവ് സ്വദേശി ഉന്മേഷ് അറസ്റ്റിൽ. കുണ്ടറയിൽ നിന്നും കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തു. കേരളപുരം കോവിൽമുക്ക് ജംഗ്ഷന് സമീപത്തു നിന്നുമാണ് കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തത്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ സർക്കാർ വകുപ്പുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൗഹൃദമാക്കി മാറ്റും. മനുഷ്യത്വപരമായ സമീപനമായിരിക്കണം സർക്കാർ വകുപ്പുകളുടെ മുഖമുദ്രയെന്നും മന്ത്രി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.